തെരുവുനായ്ക്കൾ കൂട്ടമായി എത്തി താറാവുകളെ കടിച്ചുകൊന്നു. 100-ലധികം താറാവുകളെയാണ് നായ്ക്കൾ കടിച്ചുകൊന്നത്. ചവറ തെക്കുംഭാഗം 12-ാം വാർഡിലായിരുന്നു സംഭവം. ചവറ തെക്കുംഭാഗം 12-ാം വാർഡിൽ അരുണാലയത്തിൽ തുളസീധരന്റെ വീട്ടിലെ താറാവുകളെയാണ് തെരുവുനായ്ക്കൾ കൂട്ടമായി എത്തി കടിച്ചുകൊന്നത്. കായൽ തീരത്ത് 3 കൂടുകളിലായാണ് 450ഓളം താറാവുകളെ വളർത്തിയിരുന്നത്. 150ഓളം താറാവുകളാണ് ചത്തത്. നിരവധി താറാവുകൾക്ക് നായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്. എൻ്റെ ഉപജീവന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താറാവും ഈ കായലിലും ഇപ്പോൾ ഒരു വകയില്ലാതാനും ഇപ്പോൾ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന മുട്ട കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉപജീവന മാർഗം നടത്തുന്നത്. ഞാൻ ഈ താറാവിന് തീറ്റ കൊടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഗ്രില്ലെല്ലാം പൊളിച്ചിട്ടേക്കുന്നു. അതിനകത്ത് എന്നിട്ടത് കഴിഞ്ഞ് 2-3 പട്ടി എന്നിട്ടത് കഴിഞ്ഞ് കൊന്ന്, അതായത് 100 താറാവ് മേളിലുണ്ടായിരുന്നു. 350 താറാവ് മൊത്തത്തിലുണ്ടായിരുന്നു. അതിൽ ഒരു 125 താറാവ് ഒരു കൂട്ടി കിടന്ന് 3 കൂട്ടിലായിട്ട് ഇട്ടിരുന്നായിരുന്നു. ആ ഒരു കൂട് വലിച്ച് പൊളിച്ചിട്ട് എന്നിട്ടത് കഴിഞ്ഞ് അതിനകത്ത് കയറി അതിനെല്ലാം കൊന്ന് പിന്നെ ഒരാളുടെയും തല വേർപെട്ടതും അല്ലാതെ എല്ലാം ഇടിച്ചു കൊന്നിങ്ങനെ ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിരുന്നു. അതായത് എന്നെ കണ്ടുകൊണ്ട് പട്ടി വെളിയിൽ ഓടി. ഞാൻ എന്നിട്ടത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയാൻ വയ്യാതെ ആകെ ഞാൻ വിഷമത്തിലാണ്. താറാവിന് ഇൻഷുറൻസ് ഒരു കമ്പനികളും നൽകിയിട്ടില്ലെന്നും അതുകൊണ്ട് പരിരക്ഷയൊന്നും കിട്ടില്ലെന്നും തുളസീധരൻ പറയുന്നു. നാലംഗ കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമാണ് താറാവ് കൃഷി. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. പട്ടിശല്യം നല്ല രീതിയിൽ, അതായത് ഇവിടെ ഇറക്കുമതിയും ചെയ്യുന്നുണ്ട്. അതായത് രാത്രി കാലങ്ങളിൽ ഇവിടെ ഞാൻ ഒരു ദിവസം ഇവിടുന്ന് അങ്ങോട്ട് മേളിലോട്ട് കയറി ചെന്നപ്പോൾ എന്നിട്ട് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് തള്ളുന്നത്. അപ്പോൾ പകലായിരുന്നു. അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് പട്ടിയെ തള്ളിക്കഴിഞ്ഞ് ഞങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞല്ല, ഞങ്ങൾ ഇവിടുന്ന് പട്ടിയെ പിടിച്ചുകൊണ്ട് പോകാനാണെന്ന് പറഞ്ഞു. പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഞാൻ കണ്ടായിരുന്നു അവർ താഴെ ഇറക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ എന്നിട്ട് രാത്രിയിലാണ് പട്ടികളെ കൊണ്ട് ഇറക്കുന്നത്. ഈ പട്ടികൾ എന്നിട്ട് അത് കഴിഞ്ഞുകൊണ്ട് സഹിക്കാൻ ഈ താറാവിന് വെളിയിലോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊണ്ടുപോയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.